ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അങ്ങനെ നമ്മൾ പെന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിൻ്റെ 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നാം മനസ്സിലാക്കിയത് ഒരുക്കത്തെപ്പറ്റി തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു സഭയ്ക്ക് രൂപം കൊടുത്തത് എങ്ങനെയാണെന്നും, സഭ ആദ്യമായി രൂപം കൊണ്ടപ്പോൾ അതിന് നേതൃത്വ സ്ഥാനത്തേക്ക് ആദ്യത്തെ പാപ്പായെയൊക്കെ തിരഞ്ഞെടുത്തത് ഏത് വിധേനയാണെന്നും നമ്മളിങ്ങനെ മനസ്സിലാക്കാറ്. അങ്ങനെ ആദ്യത്തെ പ്രസംഗത്തിലൂടെ സഭയിലേക്ക് കയറി വന്ന പുതിയ സഭയിലെ മക്കളെന്ന് പറയുന്നത് 3000-ഓളം പേരായിരുന്നു. ആ 3000-ഓളം പേർക്ക് വിവിധ ഭാഷകളുടെ അടിസ്ഥാനമായിരുന്നു. പക്ഷെങ്കിലും പത്രോസ് പറഞ്ഞത് അതേത് ഭാഷയിലാണോ എന്നതല്ല, അവർ കേട്ടത് അവരവരുടെ ഭാഷയിലാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നവരുടെ ഒരു ഗണമായിരുന്നു സഭ. ആ സഭയിലെ മക്കളാണ് നാം ഓരോരുത്തരും. അപ്പോൾ ആദ്യമായി സഭയ്ക്ക് പിറവി കൊടുത്തപ്പോൾ സഭയുടെ കൂടെ ഉണ്ടായിരുന്ന 2 യാഥാർത്ഥ്യങ്ങളാണ് പരിശുദ്ധ കന്യകാമറിയവും രക്ഷകനായ ക്രിസ്തുനാഥൻ. അപ്പോൾ ക്രിസ്തുവും അമ്മയും, അല്ലെങ്കിൽ അമ്മയും മകനും ചേർന്ന് രൂപം കൊടുത്ത സുന്ദരമായ ഒരു യാഥാർത്ഥ്യമാണ് കത്തോലിക്ക സഭ. ഈ കത്തോലിക്ക സഭ ഇന്ന് നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, എന്നാൽ ജീവിതം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പരിശുദ്ധാത്മാവ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, എന്നാൽ ജീവിതം കൊണ്ട് അനുഭവിക്കാവുന്ന ഒരു ദൈവീക യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം, അല്ലേ? സാധാരണ പിതാവായ ദൈവത്തിന് നാം കൊടുക്കുന്നത്, പിതാവായ ദൈവം സൃഷ്ടിച്ചു, പുത്രനായ ദൈവം രക്ഷിച്ചു, പരിശുദ്ധാത്മാവായ ദൈവം സഹായിച്ചു എന്നല്ല, പരിശുദ്ധാത്മാവായ ദൈവം സഹായിക്കുന്നു. അതായത് പുത്രനും പിതാവും ചെയ്ത കാര്യങ്ങൾ തുടർന്നു കൊണ്ട് പോകുവാൻ എന്നും നമ്മുടെ കൂടെയുള്ള ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ് എന്നത് ഈ ഒരു പദപ്രയോഗത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളെ എന്നും സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിന് ഒരു രൂപം കൊടുക്കുകയാണെങ്കിൽ ആ രൂപം ആർക്കാണ് ഏറ്റവും കൂടുതൽ ചേരുക എന്ന് പറഞ്ഞാൽ, എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് ആ രൂപം പരിശുദ്ധ അമ്മയ്ക്ക്. കാരണം പരിശുദ്ധ അമ്മയുടെ ഒരു സവിശേഷതയായിട്ട് പറയുന്നത് നിത്യസഹായ മാതാവ്, അല്ലേ? നിത്യസഹായ മാതാവ്.
പരിശുദ്ധാത്മാവ് നിത്യം സഹായിക്കുന്നവനാണ്. അപ്പോൾ കാണപ്പെടാവുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ കാണപ്പെടാവുന്ന ഒരു രൂപമാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ളൊരു വിചിന്തനം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഏതോ തത്വശാസ്ത്രജ്ഞന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ അവരുടെ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പകർന്നു തന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാനത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് സഭയ്ക്ക് വിഭിന്നമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചതാണ്. അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, നമുക്ക് ഇതുപോലെ വ്യക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള, പ്രാർത്ഥിക്കാനുള്ള, വചനം വായിക്കാനുള്ള ഒരു കഴിവ് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. അത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കഴിവുകളെ വിനിയോഗിച്ച് നമ്മൾ വചന വിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പകർന്നു നൽകുക എന്നതല്ല. നമ്മൾ പലപ്പോഴും ഒരു പൈപ്പാകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? പൈപ്പിൻ്റെ ഒരു പ്രത്യേകത അറിയാം, വെള്ളം എവിടെ നിന്നോ എടുത്തിട്ട് അത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കും. പൈപ്പിനൊരു മാറ്റവും. പക്ഷേ ഞാൻ പറയുന്നത് ആ വെള്ളത്തിലിങ്ങനെ നനഞ്ഞു നിൽക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ വെള്ളത്തിൽ നനഞ്ഞു നിൽക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇങ്ങനെ വചനം വായിച്ച്, അത് എനിക്ക് വേണ്ടിയിട്ടാണ് ആ വചനം എഴുതപ്പെട്ടത്. അതുകൊണ്ട് എൻ്റെ പശ്ചാത്തലത്തിൽ ആ വചനത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ടി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് കുറച്ചുകൂടിയൊക്കെ ആധികാരികത നഷ്ടപ്പെടും. ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് വചനത്തിലൂടെ. ആ ഒരു ബോധ്യത്തിൽ വചനത്തെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഇതിനിടയിലൂടെ വെറുതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ഒരു രൂപമാണെന്നാണ് പറയുന്നത്. കാരണം ദൈവകൃപ നിറഞ്ഞവളാണ്. അതുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഈ പരിശുദ്ധ അമ്മയെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, കുരിശിൽ നിന്നാണ്. കുരിശിലെ ക്രിസ്തുനാഥൻ നമുക്ക് നൽകിയതാണ് പരിശുദ്ധ അമ്മ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, യോഹന്നാൻ്റെയും പരിശുദ്ധ അമ്മയുടെയും കുരിശിന് ചുവട്ടിലുള്ള സ്ഥാനവും ആ കുരിശിന് ചുവട്ടിൽ അവർ തമ്മിൽ നടത്തുന്ന സമീപനവും ഈശോ മിശിഹ പ്രത്യേകമായിട്ട് ഇടപെട്ട് പരിശുദ്ധ അമ്മയെയും യോഹന്നാനെയും ചേർത്ത് നിർത്തുന്നതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ അമ്മ കത്തോലിക്ക സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ സാരമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം, അത് നമ്മൾ അംഗീകരിക്കണം. പരിശുദ്ധ അമ്മയെ അംഗീകരിക്കാത്ത ഒരുപാട് ക്രിസ്തീയ വിശ്വാസികൾ നമുക്കൊക്കെ ചുറ്റുപാടുമുണ്ട്. അവർക്കെതിരെയൊക്കെ അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്, മറിച്ച് അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പുണ്യം എന്ന് പറയുന്നത്, ഈ അമ്മ നമ്മെ പുത്രനിലേക്ക് ഇങ്ങനെ ചേർന്ന് നിർത്തും. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, മരിയ ഭക്തി ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും ദിവ്യകാരുണ്യ ഭക്തി മരിയ ഭക്തിയിലേക്കും ഇതിങ്ങനെ പരസ്പരം ഒരു ഷട്ടിൽ കളിക്കുന്ന ഫീലാണ്. പരിശുദ്ധ കന്യകാമറിയം പുത്രനിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. പുത്രൻ ബലി അനുഭവത്തിലൂടെ നമ്മളെ ഇങ്ങനെ പകർന്നു നൽകിയതിന് ശേഷം ആ ബലി അനുഭവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുമെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുക. കാരണം ഓരോ ബലിയർപ്പണത്തിലും നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കേ. നമ്മൾ ബലിയർപ്പിക്കാൻ വേണ്ടി ദൈവാലയത്തിൽ വരുന്നു, ബലിയർപ്പണം ആഘോഷപൂർവമായിട്ട് നടത്തുന്നു, ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. അങ്ങനെ ഈശോയെയും വഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതയാത്ര മുന്നോട്ട് നടത്തുമ്പോൾ ആ ജീവിതയാത്ര ചിലപ്പോൾ ഇടക്ക് വെച്ച് വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തോട് വ്യക്തിപരമായിട്ട് ഈശോ പറയും, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അവൻ്റെ കൂടെ ഒന്ന് പൊയ്ക്കോ. കാരണം അവൻ്റെ ജീവിതയാത്രയിൽ അങ്ങ് ഒരു തണലായിട്ട് ഉണ്ടാവണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിയിട്ട് പരിശുദ്ധ അമ്മയെ ഓരോ ദിവ്യബലിക്ക് ശേഷവും ഓരോരുത്തരുടെ കൂടെയും പറഞ്ഞു വിടുക.
അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രമാത്രം ആളുകളെ കൈകാര്യം ചെയ്യാൻ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? പ്രിയമുള്ളൊരു അമ്മയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പേരുണ്ട്. അമ്മയ്ക്ക് പേരുണ്ട്. എന്ത്? മേരി. മേരി മാതാവ് എന്ന് നമ്മൾ പറയാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മേരി മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്മയല്ല പരിശുദ്ധ കന്യകാമറിയം. മറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പേരുകളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ, എണ്ണം പറഞ്ഞാൽ എത്താത്ത ഒരുപാട് പേരുകൾ സ്വന്തമാക്കിയിട്ടുള്ളവളാണ് പരിശുദ്ധ കന്യകാമറിയം അല്ലേ. ഉദാഹരണത്തിന് ഫാത്തിമ മാതാവ് അല്ലേ, ഫാത്തിമ മാതാവ്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് ചുറ്റുപാടുമൊക്കെ നോക്കുമ്പോൾ കൊരട്ടിമുത്തി, വല്ലാർപാടത്തമ്മ, വേളാങ്കണ്ണി മാതാവ്, ഗൗതുലൂപ മാതാവ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ പേരിൽ മാതാവ് അറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാൻ കാരണം? ആ സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ആ സ്ഥലത്തിൻ്റെ പേരിൽ മാതാവ് അറിയപ്പെടുന്നുണ്ട് എങ്കിൽ മാതാവിന് എല്ലാ സ്ഥലത്തും ചെല്ലാനുള്ള ഒരവകാശമുണ്ട്. ആ അവകാശം അവൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ കന്യകാമറിയം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വേളാങ്കണ്ണി മാതാവ്, കാരണം എന്താ? വേളാങ്കണ്ണി പരിസരത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഫാത്തിമയിൽ എന്തുമാത്രം ആളുകളാണ് വരുന്നത് ഫാത്തിമ മാതാവിനെ കാണാൻ വേണ്ടി. അങ്ങനെ ഓരോ ഇടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ആ അമ്മ ആ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അമ്മ സ്ഥലപ്പേരിൽ മാത്രം അറിയപ്പെടാനല്ലെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരു പേരുണ്ട്. എൻ്റെ പേര് ഡയസ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടാ ഡയസിൻ്റെ അമ്മ എന്നറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് അതെന്ത് ശരിയാണ്, ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരുപാട് താല്പര്യത്തോടു കൂടെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് വ്യക്തികളുടെ പേരിലാണ്. പരിശുദ്ധ അമ്മ ഇപ്പോൾ ഈ ശാലോം നടത്തപ്പെടുന്ന ഈ ഒരു പ്രദേശത്ത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഫിഗർ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിങ്ങനെ പ്രത്യേകമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് പിന്നീട് അതിൻ്റെ രൂപം ചിത്രങ്ങളൊക്കെ എഴുതി അതിനടിയിൽ ശാലോം മാതാവ് അല്ലേ നമ്മളങ്ങനെ എഴുതും. അതേപോലെ വ്യക്തിപരമായി എൻ്റെ പേര് സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ മാതാവ്, ഡയസിൻ്റെ മാതാവ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേരുണ്ടാവും. മേരിയുടെ മാതാവ്, അല്ലെങ്കിൽ പൈലിയുടെ മാതാവ്, തോമസിൻ്റെ മാതാവ്. ആ തോമസിൻ്റെ അടുത്ത് ഈശോയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എങ്ങനെയാണോ പ്രത്യക്ഷപ്പെട്ടത് അതിൻ്റെയൊക്കെ രൂപമൊക്കെ നമ്മളിങ്ങനെ ഭംഗിയായിട്ട് ഒരുക്കി അതിൻ്റെ അടിയിൽ എൻ്റെ മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് പേരെഴുതി വ്യക്തിപരമായിട്ട് ഒരു മാതൃ അനുഭവം സ്വന്തമാക്കി എന്നെ നിൻ്റെ കൂടെ കൂട്ടാൻ നിനക്ക് പറ്റുമോ എന്ന് പരിശുദ്ധ കന്യകാമറിയം പറയുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം സഭയുടെ അമ്മയാണ്. സഭയുടെ അമ്മയാണെന്ന് പറയുമ്പോൾ നമ്മളത് കൂട്ടത്തിൽ പോയി ഒരു കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഒരാളായി മാറുക എന്ന് പറയുന്നത് എളുപ്പമാണ്. അതിൽ നിന്ന് മാറി എൻ്റെ അമ്മയായി എൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ടോ? ഓരോ ബലി അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷകനായ ക്രിസ്തുനാഥൻ ബലി നമുക്ക് പകർന്നു നൽകിയതിന് ശേഷം ആ ബലിയുടെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മുടെ കൂട്ടിനായിട്ട് പറഞ്ഞു വിടാം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മളുടെ കൂട്ടിന് പറഞ്ഞു വിടുമ്പോൾ ഈ പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് ആദ്യം പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ. പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് പറയാൻ പറ്റും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നാണ് യോഹന്നാന് കിട്ടിയത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് പരിശുദ്ധ അമ്മയെ എവിടെ നിന്ന് കിട്ടും? പരിശുദ്ധ അമ്മയെ കിട്ടാനുള്ള ഒരു ഇടമാണ് നമ്മളുടെ ഈ ബലിപീഠം. ഈ ബലിപീഠത്തിൽ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധിയിലായിരുന്നു കൊണ്ട് പുരോഹിതൻ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബലിപീഠത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീര രക്തമായിട്ട് മാറി ആ തിരുശരീരവുമായി നമ്മുടെ അടുക്കൽ ഈശോ തന്നെ വന്നിട്ട് പറയും, ഇതാ എൻ്റെ ശരീരം. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ അത് നമ്മുടെ കൈകളിലൂടെ അല്ലെങ്കിൽ നാവിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ആ ദൈവാലയത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്നത് ഞാനായിട്ടല്ല, മറിച്ച് ഈശോയായിട്ട്. അങ്ങനെ ഈശോയായ ഞാൻ ആ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുരിശിൻ ചുവട്ടിൽ നിന്ന്
അമ്മയെയും കൊണ്ട് നമ്മുടെ യോഹന്നാൻ പോയതുപോലെയാണ്. ഉള്ളിൽ ഈശോയുണ്ട്. ആ ഈശോയുടെ കൃപ നഷ്ടപ്പെട്ടു പോകാതെ ഈ അമ്മ നമ്മളെ കരുതലോടെ എങ്ങനെ കൊണ്ടു നടക്കാം. അങ്ങനെ കരുതലോടെ ദൈവാലയത്തിൽ നിന്ന് അമ്മയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അമ്മ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. മോളെ, അധിക സമയം നീ എന്നെ കഷ്ടപ്പെടുത്തരുത്. അധിക സമയം കഷ്ടപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ പള്ളിയിലേക്ക് തിരിച്ചു വന്നോട്ടാ. കാരണം അധിക നേരം എനിക്ക് നിന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല. അധിക നേരം എനിക്ക് നിന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല. ഏറ്റവും കൂടി വന്ന ഒരു 24 മണിക്കൂർ ഞാൻ പിടിച്ചേക്കാം. പിന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടാകും. കാരണം പിന്നെ എനിക്ക് നിന്നെ വഹിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയോടുകൂടെ ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, ബലിയർപ്പണത്തിന് ശേഷം ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോരുത്തരോടും പരിശുദ്ധ കന്യകാമറിയം പറയുന്നുണ്ട്, പെട്ടെന്ന് തിരിച്ചു വന്നേക്കണോട്ടാ, എന്നെ അധികം കഷ്ടപ്പെടുത്തരുത്. പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം, എന്നെ അധികം കഷ്ടപ്പെടുത്തരുതെന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് പറയുമ്പോൾ ആ കഷ്ടപ്പാട് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് പറയും. ഈ താങ്ങാവുന്നതിന് അപ്പുറം ആകാനുള്ള കാരണം എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ ഒരു ദിവസം നമ്മളെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കും. എന്നിട്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്പോഴും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെന്താ പറയുക, എപ്പോഴും വേണം. പക്ഷെ ഞാൻ പറയും, എനിക്ക് വേണ്ട. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണം എനിക്ക് വേണ്ടത് പുത്രനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം മതി. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മയ്ക്ക് വിശ്രമം. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ഒരു ധ്യാന വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ളൊരു ചിന്ത ഇങ്ങനെയാണ്: ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം പരിശുദ്ധ അമ്മയ്ക്കും അതേ ബലിക്കിടയിലെ കാഴ്ച സമർപ്പണത്തിലെ സമ്പൂർണ്ണ സമർപ്പണം ക്രിസ്തുവിനും കൊടുക്കാൻ സാധിച്ചാൽ ഞാൻ സഭയുടെ പ്രിയപ്പെട്ട മകനായിട്ടാണ് ജീവിക്കുന്നത്. വളരെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയാവുന്നത്, ബലിപീഠത്തിൽ ഈശോ ബലി അർപ്പിച്ചു കഴിയുമ്പോൾ ആ ബലിയിലെ കൃപ ദിവ്യകാരുണ്യമായി നമുക്ക് പകർന്നു നൽകുമ്പോൾ ആ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൃപ നിറഞ്ഞ അമ്മയെ ഈശോനാഥൻ നമുക്ക് കൂട്ടാളിയായി തരുമ്പോൾ ആ കൂട്ടുകാരിയായ അമ്മ നമ്മോട് പറയുന്നുണ്ട്, എനിക്ക് അധിക സമയം നിന്നെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തിരിച്ചു വന്നം, വീണ്ടും കൃപ ഇവിടെ നിന്ന് സ്വന്തമാക്കണം. അതുകൊണ്ട് അമ്മ നമ്മോട് പറയുന്നുണ്ട്, അനുദിന ബലിയർപ്പണം അത് നീ മുടക്കരുത്. സാധിക്കുന്ന എല്ലാ ദിവസവും വരണമെന്ന് അല്ലേ? ചിലരുണ്ട് ആഴ്ചയിൽ വരും. ആഴ്ചയിൽ വരുമ്പോൾ കൂടെ നിൽക്കുന്ന അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ചിലർ മാസത്തിൽ വരുന്നുണ്ട്, ചിലർ വർഷത്തിൽ വരുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കേ. നല്ല അന്തസ്സായിട്ടുള്ള വെള്ള അങ്കി അല്ലെങ്കിൽ നീല അങ്കിയൊക്കെ അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ളതാണ്. വർഷത്തിലൊരിക്കൽ പള്ളിയിലേക്ക് വരുന്നവൻ്റെ കൂടെ നിൽക്കുന്ന അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് ചുമട്ടുപണിക്ക് പോകുന്ന ഒരു ചന്തയിൽ പണിയെടുക്കുന്ന ഒരു ചുമട്ടുകാരൻ്റെ അവസ്ഥയായിരിക്കും. കാരണം എന്താണ്? ഒരു വർഷമായിട്ടും പള്ളിയിലേക്ക് വന്നിട്ടില്ലേ. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ഈ വ്യക്തിയെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ പലപ്പോഴും പറയും, എടി നീ ഒന്ന് വാ, പള്ളിയിലേക്ക് വാ. കാരണം എന്താ? അമ്മ നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ വഴി നടത്തി, ആകെ അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവനെ ദൈവാലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള. അങ്ങനെ ദൈവാലയത്തിലേക്ക് ഈ അമ്മ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, എല്ലാ ദിവസവും ദൈവാലയത്തിലേക്ക് വരുന്നവർക്കാണെങ്കിൽ അമ്മക്ക് വലിയ പണിയൊന്നുമില്ല. എന്താണ്? എല്ലാ ദിവസവും അമ്മയ്ക്ക് നമ്മൾ അരമണിക്കൂറിൻ്റെ വിശ്രമം കൊടുക്കുന്നുണ്ട് അല്ലേ? ബലി സമയത്തിൻ്റെ വിശ്രമം എന്ന് പറയുന്നത് അമ്മയ്ക്കുള്ള. അതുകൊണ്ട് നമ്മൾ ഭാവനയിൽ കാണണം. എന്താണ്? എൻ്റെ വ്യക്തി ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഒരു ദിവസം ദൈവാലയത്തിൽ വരുന്നു, ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു, എൻ്റെ ഉള്ളിൽ ദൈവകൃപ നിറയുന്നു. ആ ദൈവകൃപ നിറച്ച് തന്ന ക്രിസ്തുനാഥൻ തൻ്റെ അമ്മയോട് പറയുന്നു, ഇവളുടെ ഉള്ളിൽ കൃപയുണ്ട്, ആ കൃപ നഷ്ടപ്പെട്ടു പോകാതെ ഇവനെ ഒന്ന് സംരക്ഷിച്ചു കൊണ്ട് നടക്കുക. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ നീ ഇവളെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം നഷ്ടപ്പെട്ട കൃപ ഞാൻ വീണ്ടും നിറച്ച് ഇവന് കൊടുത്തുകൊള്ളാം. അപ്പോൾ നിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് ഇവനെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ചില സമയത്ത് നമ്മൾ തിരിച്ചു വരത്തില്ലെന്നേ. അതൊരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ചിലപ്പോൾ ഒരു മാസമൊക്കെ എത്തി തിരിച്ചു വരുമ്പോൾ കൂടെ നിൽക്കുന്ന അമ്മയുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കണമെന്ന്. അമ്മ വയർത്ത് കുളിച്ച് ശരീരം മുഴുവനും നിറച്ച് അഴുക്കും ചെളിയൊക്കെ ആയിട്ട്
കൂടെ നടക്കുന്ന അമ്മയുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ തിരിച്ചറിയാം. അമ്മ പലപ്പോഴും പറയുന്നുണ്ട് പെട്ടെന്ന് പുത്രൻ്റെ അടുത്തേക്ക് പോകാൻ. കാരണം പുത്രൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വിശ്രമിക്കാം. അപ്പോൾ നമ്മൾ ദൈവാലയത്തിലേക്ക് ബലിയർപ്പിക്കാൻ വരുമ്പോൾ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. ബലിയർപ്പിക്കാൻ വേണ്ടി ദൈവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുൻപിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമ്മുടെ അമ്മ ചെയ്യുന്നൊരു കാര്യം, അതെൻ്റെ ഒരു ഭാവനയിൽ കാണുന്നതാണ്. അമ്മ തൻ്റെ നീളമുള്ള നീല മേലങ്കി എടുത്ത് അതൊക്കെ ഒന്ന് കുടഞ്ഞ്, കാരണം ഇച്ചിരി അഴുക്കൊക്കെ ആയിട്ടുണ്ടാവും. കാരണം തലേദിവസം ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴുള്ള കൃപ നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വിരിച്ചിട്ട് സ്വസ്ഥമായിട്ട് ബലി അർപ്പിക്കുമ്പോൾ അമ്മ ഉറങ്ങാം. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നോക്കും. വേറെ ഒന്നുമല്ല, ഈ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്തെ ഇവൻ മര്യാദക്ക് കാഴ്ച വയ്ക്കുന്നുണ്ടോ എന്ന് അമ്മ ഇടങ്ങണ്ണിട്ടൊന്ന് നോക്കും. കാരണം കാഴ്ച സമർപ്പണത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പാപങ്ങളും പാപക്കറകളും കടങ്ങളും ഒക്കെ ബലിപീഠത്തിലെ അപ്പത്തോടും വീഞ്ഞോടുമൊപ്പം കാഴ്ചയായി ഇവൻ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവൻ കുറച്ചുകൂടെ എളുപ്പമാണ് ഇവനെ വഹിച്ചു കൊണ്ടുപോകാൻ. അതുകൊണ്ട് എളുപ്പത്തിൽ വഹിക്കാനുള്ള എല്ലാ പ്രക്രിയകളും ഇവൻ നടത്തുന്നുണ്ടോ എന്ന് പരിശുദ്ധ കന്യകാമറിയം ഇടയ്ക്ക് ഒന്ന് ഇടങ്ങണ്ണിട്ട് നോക്കും. അതുകൊണ്ട് അമ്മയുടെ ബലി സമയത്തെ ഉറക്കം എന്ന് പറയുന്നത് ഈ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് മാത്രം ഒന്ന് എഴുന്നേറ്റ് ഇവൻ വേണ്ട രീതിയിൽ കാഴ്ച സമർപ്പണമൊക്കെ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം എല്ലാ ദിവസവും അമ്മയ്ക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാം സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭയുടെ ഒരു മകനാണ്. രണ്ടാമത്തത്, അതേ ബലിക്കിടയിലെ കാഴ്ച സമർപ്പണത്തിൽ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? അതിൽ വിജയിക്കുന്നുണ്ടോ? വിജയിക്കുന്നുണ്ട് എങ്കിൽ അമ്മ നമ്മോട് പറയുന്നുണ്ട്, ഇനി എനിക്ക് നിന്നെ വഹിക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ച അതേ ലാഘവത്തോടെ, ലാഘവത്വം എന്ന് പറയുന്നത് അത് മോശമാക്കി കാണിച്ചതല്ല, അതേ സന്തോഷത്തോടെ എന്നെ വഹിക്കാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് പറ്റുന്നുണ്ടോ? കാരണം എൻ്റെ പാപങ്ങളും കറകളും ഒക്കെ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭാരമില്ലെന്നുള്ളതാണ്. എൻ്റെ കനം പോയി. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് വഹിക്കാൻ പറ്റാത്ത ഭാരം എന്ന് പറയുന്നത് പാപഭാരം. കാരണം അവൾക്കത് ശീലമില്ലല്ലോ. എന്നാലോചിച്ച് നോക്കേ, പരിശുദ്ധ കന്യകാമറിയത്ത് ജനിച്ചപ്പോൾ തന്നെ പാപം ഉണ്ടായിരുന്നില്ല, ജീവിച്ചപ്പോൾ പാപം ചെയ്യാനായിട്ട് അവൾക്ക് താല്പര്യമില്ല, അവൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ഇപ്പോഴും അവൾക്ക് പാപത്തിൻ്റെ ഭാരം അവൾ അനുഭവിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും അനുഭവിക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിലപ്പുറം. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം നമ്മോട് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാണ്. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിന്ന അതേ വേദനയേക്കാൾ കൂടുതൽ വേദനയില്ല. കാരണം എന്താ? അമ്മ തൻ്റെ മുമ്പിൽ പൊന്നോമന പുത്രൻ ഉടുതുണിയില്ലാതെ രക്തം ചിന്തി മരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ നിരാശയില്ലായിരുന്നു. അതിനേക്കാളും എത്രയോ നിരാശാപൂർണമായ ജീവിതമാണ് നാം ഓരോരുത്തരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീ ബലിയർപ്പണ സമയത്ത് നിന്നെ തന്നെ പൂർണ്ണമായിട്ട് എൻ്റെ പുത്രൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കും. അങ്ങനെ സമർപ്പണം കഴിഞ്ഞ് അതിതീവ്രമായ കൃപയാൽ നീ നിറഞ്ഞ് കവിഞ്ഞ് ദൈവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഒരു പഞ്ഞി കെട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നത് പോലെ, ഒരു അപ്പൂപ്പൻ താടി കൊണ്ടുപോകുന്നത് പോലെ നിന്നെ കൊണ്ടുപോകാൻ പറ്റും. ഒരു 24 മണിക്കൂറിനുള്ളിലേക്ക് നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു നിർബന്ധം നീ സൂക്ഷിക്കാൻ സാധിച്ചാൽ പിന്നീട് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്ത് സുഖമായിരിക്കുമെന്നറിയാം. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള പരിശുദ്ധ അമ്മയ്ക്ക് അധികമൊന്നും ഭാരം കൊടുക്കാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ളൊരവസരം ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. കത്തോലിക്ക സഭയായി രൂപാന്തരപ്പെട്ടപ്പോൾ അതിന് നേതൃത്വ നിരയിലായിരുന്ന അമ്മയെയും മകനെയും ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് അതേ രീതിയിൽ ഈ അമ്മയ്ക്കും മകനും കൊടുക്കേണ്ട പ്രാധാന്യം വ്യക്തിജീവിതത്തിൽ കൊടുത്ത് അനുദിന ബലിയർപ്പണത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചാൽ പ്രിയമുള്ളവരെ, നാം എന്നും സഭയ്ക്കകത്തായിരിക്കും. അതുകൊണ്ട് സഭയ്ക്ക് അകത്ത് നിൽക്കുക എന്നത് എൻ്റെ കടമയാണ്. എന്നെ സഭയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് പിശാചിൻ്റെ കടമയാണ്. അതുകൊണ്ട്
അവൻ്റെ കടമയ്ക്ക് സഹായം നൽകുന്ന പ്രവൃത്തി ജീവിതത്തിൽ പാലിക്കാതിരിക്കാം. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കണം. അതെല്ലാ ദിവസവും കൊടുക്കണം. അതേ ബലിക്കിടയിലെ സമർപ്പണം പുത്രനും കൊടുക്കാൻ പറ്റിയ പിന്നെ നാം സഭയ്ക്കുള്ളിലാകുമ്പോൾ 143 കോടി ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഉള്ളിലാണ്. ആ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ മകനായി മകളായി നമുക്ക് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരുണ തന്നൾ താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾ താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, നിന്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ദിവസം ഞങ്ങളെ തന്നെ ആഴമായ ബോധ്യത്തോടെ ഈ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയും പരിശുദ്ധ ദിവ്യകാരുണ്യവും എന്തുമാത്രം സഹായമായി മാറുന്നുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, കുരിശിൽ കിടന്ന് പ്രാണവേദന അനുഭവിക്കുന്ന ഈശോയെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞത് മൂർച്ചയുള്ള ആണിപ്പഴുതുകളുടെ നൊമ്പരമാണ്. അവൻ്റെ ശരീരത്തിലെ ഓരോ മുറിവുകൾക്കും എനിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകരുത്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ
ഈശോയെ, കുരിശിൽ കിടന്ന് നീ ഞങ്ങൾക്ക് നൽകിയ അവസാനത്തെ പാഠം ഞങ്ങളൊന്ന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. കുരിശിൽ കിടന്ന് ഒരുപാട് മരണങ്ങൾ നേരിട്ടനുഭവിച്ചിട്ടുള്ള ശതാധിപൻ. ആദ്യമായി കുരിശിൽ കിടക്കുന്നവന് പരാതിയില്ല. തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുക. അസാധാരണമായ ചില സംഭവങ്ങൾ കണ്ടപ്പോൾ അന്താളിച്ച് കുരിശിന് ചുവട്ടിൽ നിൽക്കുന്ന ഒരുപാട് പേർ. പ്രിയമുള്ളവരെ, കുരിശിൽ കിടന്ന് ഈശോ പകർന്നു നൽകിയ ഏറ്റവും സുന്ദരമായ ഒരു പാഠമാണ് അപരനെ പൂർണ്ണമായും സമർപ്പിച്ച് അവനോട് നിരുപാധികമായി ക്ഷമിച്ച് അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. തന്നെ കുരിശുമരണത്തിന് കാരണമാക്കിയവരെയൊക്കെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുത്രനായ ദൈവം പറയാ, അവർക്ക് ഇതെന്താണ് എന്ന് അവർക്കറിയത്തില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല ഈശോയെ. അതുകൊണ്ട് പിതാവേ, അവരോട് ക്ഷമിക്കണമേ എന്ന് പുത്രൻ പ്രാർത്ഥിക്കുക. അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാം പലരും പലതും മനഃപൂർവ്വം ചെയ്തതാണ്. എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്ക്, പ്രവൃത്തി, ചില പെരുമാറ്റം, ചില ഒഴിവാക്കലുകൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേദന നൽകിയിട്ടില്ലേ? പ്രിയമുള്ളവരെ, 1-2 വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. മനഃപൂർവ്വം വേദനിപ്പിച്ചല്ല, മനഃപൂർവ്വം ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ ഈശോ പറയാണ്, അവരെ ഈ ബലിപീഠത്തിലേക്ക്, ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, എൻ്റെ പൊന്നു കർത്താവേ. ചിലരുടെ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ അടിമുടി തളർന്നു പോവാ, പേടിയാ. പക്ഷെ ഈശോ പറയുന്നു, അത് നീ ഒറ്റയ്ക്ക് പരിശ്രമിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മെ മനഃപൂർവ്വം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നവരെ അറിഞ്ഞ് ദൈവ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുക. ഈശോയ്ക്ക് അതിന് നമുക്കുള്ള ഒറ്റ മറുപടിയുള്ള, ഈശോയെ എനിക്കത് പറ്റത്തില്ല. അപ്പോൾ ഈശോ പറയുന്നു, എനിക്കറിയാം നിനക്ക് പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, നിന്നെ വേദനിപ്പിക്കുന്നവരെ ഇപ്പം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരും. അവരെ ആക്രമിക്കണം, അവരെ തെറി പറയണം, അവരെ വേദനിപ്പിക്കണമെന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ മനസ്സിലേക്ക് അതുപോലെ ചിന്ത വരുന്നത് അത് പിശാച് നിനക്ക് തരുന്നതാ. പക്ഷെ ഞാൻ പറയുന്ന വേറെ ചിന്തയാ, അത് നിനക്ക് കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് അവരെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് അവരെ ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കും. എന്നിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട. ആദ്യമൊക്കെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, വെറുതെ അങ്ങോട്ട് സമർപ്പിക്കും. സമർപ്പിച്ചിട്ട് വിശ്വാസത്തോടുകൂടെ നമുക്ക് ഹൃദയത്തിൽ ആലപിക്കാൻ പറ്റണം, ക്ഷമിച്ചിടുവാൻ എനിക്ക് കരുത്ത് തരണമേ, എല്ലാം മറക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്ന വേദനകളുടെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചു കളയാൻ നാഥാ എന്നിലേക്ക് ദൈവ കരുണയായി നീ ഇറങ്ങി വരണമേ എന്ന് വിശ്വാസത്തോടെ ആലപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകളെയെല്ലാം മറക്കാൻ വരമേകളേ. ക്ഷമിച്ചിടുവാനെന്നിൽ
മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകളെല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേയെല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേയെല്ലാം മറക്കാൻ വരമേകണേ. 42 വയസ്സ് പ്രായമുള്ള ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, അച്ഛാ, മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ സങ്കടത്തോടെ മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി. എന്നിട്ട് അവൻ അതിൻ്റെ കൂടെ എങ്ങനെ കൂട്ടിച്ചേർത്തു, മഴ വരുമ്പോൾ ഞാൻ മഴയത്ത് ഇറങ്ങി നിന്ന് അങ്ങോട്ട് നനയും. അങ്ങനെ നനയുമ്പോൾ എനിക്ക് വേറൊരു സ്വകാര്യ സന്തോഷം കൂടെയുണ്ട്. ആരും കാണാതെ കരയാനുള്ളൊരു സമയം കൂടെയാണ്. മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, മഴത്തുള്ളികളോടൊപ്പം കണ്ണുനീർ തുള്ളികൾ ചേർത്ത് വയ്ക്കാൻ വ്യഗ്രത പൂണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്താ കുഴപ്പം? അവൻ പറഞ്ഞ മറുപടി എങ്ങനെയാണ് വെച്ചാ, എൻ്റെ അപ്പൻ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയായിരുന്നു. എനിക്ക് അമ്മയും 4 പെങ്ങന്മാരും ഉള്ളത്. പെങ്ങന്മാരെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കെട്ടിച്ചു. ഒരു കുറവും അവർക്ക് ഞാൻ വരുത്തിയിട്ടില്ല. അവസാനം എനിക്കും ദൈവം ഒരു ജീവിത പങ്കാളിയെ തന്നു. അത് ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ചോര നീരാക്കി കഷ്ടപ്പെട്ട് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടി അവസാനം നല്ലൊരു വീട് ഞാൻ സ്വന്തമാക്കി. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും 3 മക്കളും കൂടെ ആ വീട്ടിലിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ പെങ്ങന്മാരുടെ ചില പ്രേരണയാൽ അമ്മ ആ വീട് അമ്മയുടെ പേരിൽ എഴുതിക്കുക. എന്നിട്ട് അമ്മ അവനോട് പറഞ്ഞു, അതിപ്പോൾ എനിക്കാണെങ്കിലും നിനക്കാണെങ്കിലും അത് കുഴപ്പമില്ല, ഞാൻ നിൻ്റെ അമ്മയല്ല. പ്രിയമുള്ളവരെ, അവൻ വളരെ സന്തോഷത്തോടെ അത് എഴുതി കൊടുത്തു എന്നുള്ളത്. അപ്പം അമ്മ പറഞ്ഞു, ഇവിടെ പെങ്ങന്മാരുടെ പേരും കൂടെ വെക്കട്ടെ. അവൻ പറഞ്ഞു, കുഴപ്പമില്ല, വെച്ചോ. അങ്ങനെ തൻ്റെ വിയർപ്പ് കൊണ്ട് സ്വന്തമാക്കിയ 12 സെന്റ് സ്ഥലവും സുന്ദരമായ 2 നില വീടും അമ്മയുടെയും സഹോദരിമാരുടെയും പേരിലാക്കി. അതിൻ്റെ ഉള്ളിലെ ചതി അവൻ തിരിച്ചറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായ അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ പെങ്ങന്മാരും അമ്മയും കൂടെ അവനെ അവൻ്റെ കുടുംബത്തോടുകൂടെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാം. അച്ഛാ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് എന്താ പറയാ? അവളും അമ്മയെയും സഹോദരിമാരെയും എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ അവൾക്ക് കരുത്ത് പകരുന്നുണ്ട്. എനിക്കിനി വിദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അത്രമാത്രം സങ്കടമാണ്. ആ സങ്കടം ഞാൻ അവൾക്ക് മുമ്പിൽ കാണിക്കാതെ വല്ലപ്പോഴുമൊക്കെ ഇതുപോലെ ഒന്ന് മഴ നനയുമ്പോൾ ഞാൻ കരഞ്ഞു തീർക്കും. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മഴയത്ത് നിന്ന് കയറുമ്പോൾ പലപ്പോഴും അവൾ ചോദിച്ചിട്ടുണ്ട്, തൻ്റെ കണ്ണെന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, അത് പിന്നെ മഴയത്ത് നിന്ന് കയറി വരുന്നതല്ലേ, അങ്ങനെ ഉണ്ടാവും. പക്ഷേ ആ ചുവപ്പ് അതെൻ്റെ ചങ്കിൻ്റെ വേദനയുടെ ചുവപ്പാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, സമാനമല്ലെങ്കിലും ഇതുപോലുള്ള പല വേദനകളും
നമ്മളുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്നെ ആത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചിറങ്ങിപ്പോകുമ്പോൾ, ചെയ്യാത്ത കുറ്റങ്ങളാലെ സ്നേഹിച്ചവരെന്നെ മുറിച്ച് പകയെല്ലാം പൊറുക്കാൻ, ഈശോയെ അവരെയൊക്കെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് ഈശോയുടെ മുമ്പിൽ അവന് പ്രാർത്ഥിക്കാൻ പറ്റണില്ലെന്നാ പറയുന്നത്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സഹോദരങ്ങളെ സമർപ്പിക്കണം. ഏറ്റവും കൂടുതലായി അവരോട് എൻ്റെ ഉള്ളിലുള്ള വെറുപ്പ്, പക, വിദ്വേഷം അതെന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ. അവനിപ്പോൾ ആ വീട്ടിൽ പോകാറില്ല. അവൻ്റെ അമ്മയെ കാണാൻ അവന് താല്പര്യമില്ല. അവൻ്റെ സഹോദരങ്ങളോട് പൂർണ്ണമായൊരു വെറുപ്പ്. കാരണം എല്ലാം സമർപ്പിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയതിൻ്റെ സങ്കടം അതിങ്ങനെ വേദനയായി അവൻ്റെ കൂടെ എങ്ങനെ നിൽക്കുക. എൻ്റെ ആത്മമിത്രങ്ങൾ പോലും എന്നുള്ള നോവിച്ചു നാട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എന്നെ ഇങ്ങനെ തള്ളിക്കളഞ്ഞില്ലേ. അവരോടുള്ള പക അതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് എനിക്ക് മോചനം നേടണം. സമാനമായ സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ഉള്ളിലുമുണ്ട്. പലരോടുമുള്ള വെറുപ്പ്, വിരോധം, വിദ്വേഷം, അതുമൂലം ഞാൻ ആരോഗ്യം പോലും ക്ഷയിച്ച് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥയില്ല. അത് തമ്പുരാന് കൊടുക്കാം. ഈശോയെ എന്നെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ക്ഷമിക്കാനുള്ള കരുത്ത്, പൊറുക്കാനുള്ള ശക്തി ഈശോയെ നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥാ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥാ. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു. പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നെ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷിണിയായ സിസ്റ്റർ റാണി മരി തൻ്റെ ജീവൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുവാൻ നിമിത്തമായ ഒരുപാട് മുറിവുകൾ ശരീരത്തിലേൽപ്പിച്ച സമന്ദർ സിംഗ് ഒരിക്കൽ CMI അച്ഛനായ സാമി അച്ഛൻ്റെ പ്രത്യേകമായ മുൻകൈയെടുത്തതുകൊണ്ട് ഈ സമന്ദർ സിംഗ് റാണി മരിയ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്ററിൻ്റെ അമ്മ തൻ്റെ മകളെ ദാക്ഷിണ്യമില്ലാതെ കൊന്നുകളഞ്ഞ ഈ കൊലപാതകിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകളുടെ രക്തത്താൽ പവിത്രമാക്കപ്പെട്ട കരങ്ങളല്ലേ ഇത്. എന്നിട്ട് ചുംബിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ ആ മനുഷ്യൻ ഉരുകി ഇല്ലാതായിപ്പോയി എന്നാ പറയുന്നത്. സഹോദരി സിസ്റ്റർ റാണി മരിയായുടെ കൊലപാതകിയുടെ കയ്യിൽ സാഹോദര്യത്തിൻ്റെ രാഖി കെട്ടിയപ്പോൾ അവിടെ മറ്റൊരു ക്രിസ്തു ജനിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ,
ഈശോ എന്നും പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ശരീരമില്ല, എനിക്ക് നിന്റെ ശരീരം വേണം ഈ ലോകത്ത് ജീവിക്കാൻ. അവിടെ നിന്റെ ശരീരം തരൂ. ശരീരത്തെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കാൻ പറ്റണം. വിട്ടുകൊടുക്കാൻ പറ്റുമ്പോൾ ഉള്ളിൽ എല്ലാം മറക്കാനുള്ള കൃപ ലഭിക്കും. പ്രിയമുള്ളവരെ, വെറുപ്പ്, വിരോധം, വേദന, കഷ്ടപ്പാട് അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ വിദ്വേഷം ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ ശരിക്കും നമുക്ക് എന്തുമാത്രം അസ്വസ്ഥതയുണ്ട് എന്നാലോചിച്ച് നോക്കി. ഒരാൾ മനഃപൂർവ്വം നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചു എന്ന് വിചാരിക്കുക. മനഃപൂർവ്വമാണ് വേദനിപ്പിക്കുക. ആ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന വ്യക്തിയെ പകയോടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ എന്തുമാത്രം അസ്വസ്ഥതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഓരോ ദിവസവും നമ്മളിങ്ങനെ മാനസികമായി വിഭ്രാന്തിയിലൂടെയൊക്കെ കടന്നു പോകുന്നത് നാം അനുഭവിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്തിനാന്നേ നീ അത് കൊണ്ടു നടക്കണം? അത് പിശാചിൻ്റെയാണ്, അത് വലിച്ചെറിഞ്ഞ കളാ. നിനക്ക് ഞാൻ തന്നിട്ടുള്ള ആ മറവിയുണ്ടല്ലോ, പൊറുക്കാനുള്ള, പൂർണ്ണമായി മറന്ന് അപരനെ ചങ്കോടിങ്ങനെ ചേർത്ത് വയ്ക്കാൻ. നീ വിചാരിക്കും അത് പറ്റത്തില്ല. റാണി മരിയയുടെ അമ്മയ്ക്ക് അതെങ്ങനെയാ പറ്റിയത്? അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും പറ്റത്തില്ലെന്നേ, പക്ഷേ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് പറ്റും. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, ഇവരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം, മാറ്റി നിർത്തിയേക്കാം. നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നാം വിചാരിച്ച പലരും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശത്രുപക്ഷത്തു നിന്ന് നമുക്കെതിരെ സംസാരിച്ചേക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നീ തകർന്നു പോകരുത്. നീ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് ഇങ്ങനെ നടന്ന് കയറുകയാണെന്ന് വിശ്വസിക്കാൻ പറ്റണം. സഹോദരർ എന്നെ പിരിഞ്ഞു, എന്നെ പ്രസവിച്ചിട്ട എൻ്റെ അമ്മ പോലും എനിക്കെതിരെ നിന്നു. അന്യമായി എൻ്റെ സ്വന്തം ഭവനം, ആശ്രയമില്ലാതെ ഞാൻ തെരുവിലലഞ്ഞു. കരളിലെ ദുഃഖം മറക്കാൻ ഈശോയെ മാപ്പേകി സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് അവിടുത്തെ ആരാധിച്ച് ആലപിക്കാം. സോദരരെന്നെ തിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. സോദരരെന്നെ തിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. സോദരരെന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായി എൻ സ്വന്ത ഗേഹം ഞാൻ ആശ്രയമില്ലാതലഞ്ഞു. കരളിലെ ദുഃഖം മറക്കാൻ മാപ്പേകി സ്നേഹിക്കാൻ തുണയേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. എന്നും പള്ളിയിൽ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ഒരുവനെ കുറച്ച് നാളായിട്ട് കാണുന്നില്ല. ഞാൻ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അവൻ ആ മുറിയിൽ കിടക്കുന്നുണ്ട്, പുറത്തേക്ക് വിളിച്ചിട്ട് വരുന്നില്ല. ഞാൻ ആ മുറിയിലേക്ക് കയറി. ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്നെ അവിടെ കണ്ടപ്പോൾ അവനാകെ അസ്വസ്ഥമായി. കുറച്ചു നേരം വളരെ ദേഷ്യത്തോടെ എന്നെ ഇങ്ങനെ നോക്കി നിന്നു. ആ നോട്ടം പെട്ടെന്ന് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി. അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ താഴേക്കൊഴുകി.
എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഈ വീട്ടിലെ ഈ മുറി മാത്രമേ എനിക്കൊരല്പം ആശ്വാസം തരുന്നു. എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ, എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം ഉൾക്കൊള്ളാൻ എൻ്റെ മാതാപിതാക്കൾക്കാവുന്നില്ല. ഞാൻ കാര്യമായി അവനോട് ചോദിച്ചു, എന്താ സംഭവം? പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷേ അവൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ മാതാപിതാക്കൾക്ക് ഞാൻ പറയുന്നതല്ല മുഖ്യം. എന്നെപ്പറ്റി മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എൻ്റെ പുറത്ത് കുതിര കയറുകയാണച്ചോ. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരവ് നിർത്തി. ഞാൻ ഇച്ചിരി ഡ്രഗ്സൊക്കെ കഴിക്കുന്നുണ്ട്, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവനോട് പറഞ്ഞു, എന്നും പള്ളിയിൽ വരുന്ന, എന്നും പ്രാർത്ഥിക്കുന്ന, എന്നും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നിനക്ക് നിന്റെ മുമ്പിലെ ബലിപീഠത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കൃപ ആസ്വദിക്കാൻ പറ്റുന്നില്ലേടാ. പറ്റിയാലും പറ്റിയില്ലെങ്കിലും നാളെ നീ പള്ളിയിൽ വരണം. പിറ്റേന്ന് രാവിലെ കുർബാന അർപ്പിക്കുമ്പോൾ അവൻ മുന്നിലുണ്ട്. ഇപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവനൊറ്റ മറുപടിയേ ഉള്ളൂ, ബലിപീഠത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കൃപ. പ്രിയമുള്ളവരെ, ഈശോയുടെ കൃപയ്ക്ക് വല്ലാത്ത ശക്തിയുണ്ട്. അത് നമ്മളെ അടിമുടി മാറ്റും. ഈശോയെ, ആ അടിമുടി മാറ്റുന്ന കൃപയിൽ ആഴപ്പെട്ട് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. വാ യേശു നാഥ, യേശുനാഥ, വാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ യേശുനാഥ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ